ഗേറ്റ് 2025 എഴുതുന്ന എല്ലാ ആസ്പിരൻസും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. പോയിന്റ് നമ്പർ 1, നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പം ഏത് സെക്ഷനിലാണോ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ സെക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡിലാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇല്ല നിങ്ങൾ ടെക്നിക്കലിലാണ് കോൺഫിഡൻറ്റ് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. പോയിന്റ് നമ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം 2 റൗണ്ട്സ് ആയിട്ട് അറ്റൻഡ് ചെയ്തോളൂ. ഓക്കെ. റൗണ്ട് നമ്പർ 1-ൽ 1 to 65 ക്വസ്റ്റ്യൻസിൽ ഈസി ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക, ഫോമുല അപ്ലൈ ചെയ്യുക, ആൻസറിലോട്ട് എത്തുക. ഓക്കെ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേണം ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാനായിട്ട്. ഓക്കെ. ചില ചോദ്യങ്ങൾ കാണും, നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, പക്ഷേങ്കിൽ കാൽക്കുലേഷൻ ഇൻറ്റൻസ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ അടിച്ചിട്ട് സെക്കൻഡ് റൗണ്ടിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ അതും സെക്കൻഡ് റൗണ്ടിൽ വേണം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി മൂന്നാമത്, ഗസ് വർക്ക് ഒട്ടും പാടില്ല. ഓക്കെ. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഗസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ വളരെ കൂടുതലാണ്. ഓക്കെ. ഒരിക്കലും ഗസ് ചെയ്ത് നെഗറ്റീവ് മാർക്സ് വാരി കൂട്ടരുത്. ഈ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിലും കുറേ സ്റ്റുഡൻസ് വന്നിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാർ എനിക്ക് -1 മാത്രമേ നെഗറ്റീവ് അടിച്ചുള്ളൂ. പക്ഷേങ്കിൽ -1 നെഗറ്റീവ് മാർക്ക് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടോട്ടലിൽ നിന്ന് 4 മാർക്കാണ് ശരിക്കും കുറയുന്നത്. ഞാൻ ഒരു പോസിബിലിറ്റി പറഞ്ഞു തരാം. അതായത് 0.66ഉം 0.33ഉം, അതായത് 0.66 നെഗറ്റീവ് അടിക്കുമ്പോഴത്തേക്കിന് ഒരു 2 മാർക്ക് ചോദ്യമായിരിക്കും തെറ്റിയിട്ടുണ്ടാവുക. അതായത് 2.66 ടോട്ടലിൽ നിന്ന് മാറി. ഓക്കെ. 0.33 നെഗറ്റീവ് അടിക്കുമ്പോഴത്തേക്കിന് 1.33, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവുക. അപ്പം 1.33 ടോട്ടലിൽ നിന്ന് മാറി. ടുഗദർ 2.66, 1.33, 4 മാർക്കാണ് നിങ്ങളുടെ ടോട്ടലിൽ നിന്ന് കുറയുന്നത്. ശരിക്കും 4 മാർക്ക് കുറയുമ്പോഴത്തേക്കിനും ഒരു 1000 റാങ്കിൻ്റെ ഡിഫറൻസ് വരും. ഓക്കെ. വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ഇനി നാലാമത്, കുറച്ച് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. അവിടെ ആ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന വേരിയബിൾ, അതിൻ്റെ യൂണിറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പം കറണ്ട് ആണെന്ന് വിചാരിക്കാം, മില്ലി ആംപിയേഴ്സ് അല്ലെങ്കിൽ മൈക്രോ ആംപിയേഴ്സ്, യൂണിറ്റ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റൗണ്ടഡ് ഓഫ് ടു 2 ഡെസിമൽ പ്ലേസസ്. സപ്പോസ് ഫോർ എക്സാമ്പിൾ 1.345, ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.34 ആണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിനെ കുറിച്ച് മനസ്സിൽ വെക്കേണ്ടത്. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നേക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട്, ID കാർഡ്, നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് ID കാർഡാണോ മെൻഷൻ ചെയ്തത് അതേ ID കാർഡ് വേണം നിങ്ങളുടെ എക്സാം ഹാളിൽ ക്യാരി ചെയ്യേണ്ടത്. ഓക്കെ. മൂന്നാമത്, നിങ്ങളുടെ പെന്നും പെൻസിലും. ഓക്കെ. പെന്നും പെൻസിലും, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളായിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലോട്ട് ചെല്ലേണ്ടത്. പിന്നെ സ്ക്രിബിൾ പാഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരെണ്ണം തീരുവാണെന്നുണ്ടെങ്കിൽ അടുത്തതിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സെക്കൻഡ് സ്ക്രിബിൾ പാഡ് ചോദിക്കുമ്പം ആദ്യത്തെ സ്ക്രിബിൾ പാഡ് സറണ്ടർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ സെക്കൻഡ് സ്ക്രിബിൾ പാഡ് തരത്തുള്ളൂ. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഓൾ ദി ബെസ്റ്റ്.